ഹേ ഗായ്സ്, ആൽബിനാണ്. യെസ്, നമ്മൾ 11 കണ്ടുവന്നിരിക്കുകയാണ്. തമിഴിൽ പറഞ്ഞ ഒരു ക്രൈം ത്രില്ലറാണ് 11. നമ്മൾ യാദൃശ്ചികമായിട്ടാണ് ഈ പടം കാണാൻ പോകുന്നത്. കാരണം എൻ്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്ത പടമാണ് 11. കാരണം ഈ പടത്തിന് നല്ല റിവ്യൂ വരുന്നെന്ന് പറഞ്ഞിട്ട്, അതായത് ഈ രാക്ഷസൻ മോഡ് പരിപാടിയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി കണ്ട പടമാണ് 11. പടം ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് ലോകേഷ് അച്ചിൽസ്. പടത്തിൽ അഭിനയിച്ചിട്ടുള്ളത് നവീൻ ചന്ദ്ര ആൻഡ് റയ ഹരി. ഇവർ രണ്ടുപേരാണ് ലീഡ് റോളിൽ വരുന്നത്. പടത്തിൻ്റെ നായകനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ജീകർത്തണ്ണ ഡബിൾസിലെ ആ പോലീസുകാരനായിട്ട് വരുന്ന പുള്ളിക്കാരനാണ് പടത്തിലെ നായകൻ. നായിക എന്ന് പറയുന്നത് പ്രൊഡ്യൂസറാണ്. നായികയുടെ കാര്യം ഞാൻ പറയാട്ടോ. യെസ്, അപ്പം പടം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പടം ഒരു ക്രൈം ത്രില്ലറാണ്. അതായത് ഒരു സൈക്കോ സീരിയൽ കില്ലറെ പിടിക്കാൻ നിൽക്കുന്ന ഒരു പോലീസുകാരൻ. അതാണ് പടത്തിൻ്റെ പ്ലോട്ട്. പടത്തിൽ കുറേ ലോജിക്കില്ല, പിന്നെ കുറേ ആവശ്യമില്ലാത്ത സീനുകൾ, അങ്ങനെ വെറുതെ കുറേ വലിച്ചു കുത്തി കയറ്റി പടം നശിപ്പിച്ചു എന്നേ പറയുള്ളൂ. കാരണം പടം നല്ലൊരു കുഴപ്പമില്ലാത്തൊരു പ്ലോട്ടാണ്. അപ്പം അതൊന്ന് നല്ല രീതിക്ക് മേക്ക് ചെയ്തെടുത്തെങ്കിൽ ഒന്നുകൂടി രസമായിരുന്നു. എടുത്തു പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, നായികയുടെ കാര്യം. നായികരെ ഈ പടത്തിൽ ആവശ്യമില്ല, ഒന്നാമത് ആവശ്യമില്ല. പിന്നെ ഈ നായിക എന്ന് പറയുന്നത് പടത്തിൻ്റെ പ്രൊഡ്യൂസർ തന്നെയാണ്. പുള്ളിക്കാരിയുടെ ഇൻട്രോ തൊട്ട് പുള്ളിക്കാരിയുള്ള ഓരോ സീനുകളിലും തിയേറ്ററിൽ വൻ കോലായിരുന്നു, സത്യം പറയാലോ. അതായത് ഒരു നായിക എന്നുള്ളൊരു സങ്കല്പം നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. നല്ല അതായത് ഏജ്ഡ് ആയിട്ട് തോന്നിക്കുക. അതായത് ആ ഒരു നായികയായിട്ട് ആപ്റ്റായിട്ട് ഒരാളായി എനിക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പടത്തിൻ്റെ കാസ്റ്റിംഗ് ആണ്. വളരെ മോശം കാസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം ഇതിൽ ഫസ്റ്റ് ഒരു IAS ഓഫീസർ കാണിക്കുന്നുണ്ട്. ആൾക്ക് ഇങ്ങനെ ആക്സിഡൻ്റ് ആവണ കാര്യമൊക്കെ ഭയങ്കര ലോജിക്കില്ലാത്തൊരു പരിപാടിയാണ്. അപ്പം ആൾക്ക് പെട്ടെന്ന് കോമയിലായിട്ട് ഈ നമ്മുടെ നായകന് കൈമാറുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ആ ഫസ്റ്റ് കാണുന്ന IASകാരനായാലും ആൾ പടത്തിൽ വരുമ്പോൾ തൊട്ട് അവസാനം വരെ പേടിച്ചു ഉരുണ്ടിട്ടാണ് ഒരു പോലീസുകാരൻ നിൽക്കണം. ഒരു പോലീസുകാരൻ എന്ന് പറയുമ്പോൾ അതിൻ്റെതായ ഒരു പവറും ഒരു പൗരത്വം ഒരു പരിപാടിയൊക്കെ വേണ്ട. അതൊന്നും ഇല്ല ആൾക്ക്. പിന്നെ അങ്ങനെ ഒരു മിസ്കാസ്റ്റാണ് നമ്മുടെ നായിക. അതെനിക്ക് ഭയങ്കര ഒരു നെഗറ്റീവായിട്ട് തോന്നി പടത്തിൽ. പിന്നെ നായകനെ കുറിച്ച് പറയുകയാണെങ്കിൽ പുള്ളിക്കാരൻ നല്ല രീതിക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ടത് ഒരു 2 ആൺപിള്ളേരാണ്. ഒരു ബെഞ്ചമിൻ ഫ്രാൻസിസ് എന്ന് പറഞ്ഞിട്ടൊരു 2 ആൺപിള്ളേരുണ്ട് ഈ പടത്തിൽ. അവന്മാർ രണ്ടുപേരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അവന്മാരുടെ പെർഫോമൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. യെസ്, അപ്പോൾ പടത്തിൻ്റെ പ്ലോട്ട് ഞാൻ പറഞ്ഞല്ലോ, ഒരു സൈക്കോ സീരിയൽ കില്ലർ പരിപാടിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടായി എന്നുള്ള സംഭവമൊക്കെ സെക്കൻഡ് ഹാഫിലാണ് വരുന്നത്. ഫസ്റ്റ് ഹാഫിൽ വെറുതെ ഈ കേസിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് അതായത് ഒരു 10-11 കൊല അങ്ങോട്ട് ചെയ്യും. അപ്പം ആ കൊലകൾ തന്നെയാണ് വീണ്ടും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതെങ്ങനെ ഉണ്ടായി, അതെന്താ ഒരു വട്ടം ഉണ്ടായ സംഭവം തന്നെ സെയിം ആയിട്ട് വീണ്ടും 2-3 വട്ടം റിപ്പീറ്റ് അടിക്കുന്ന പറഞ്ഞ് തോന്നി. ഈ സംഭവമൊക്കെ കുറേ കട്ട് ചെയ്ത് കളഞ്ഞെങ്കിലും, പിന്നെ അതുപോലെ നായികയുടെ കുറേ സീനുകളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞെങ്കിലും പടം ഒന്നുകൂടി ഒന്ന് സെറ്റായി വന്നേനെ എന്ന് എനിക്ക് പേഴ്സണലി തോന്നി. പിന്നെ കുറേ ലോജിക്കില്ലാത്ത കുറേ സീനുകളൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. മീൻസ് ഞാൻ പറഞ്ഞല്ലോ, ആ ഫസ്റ്റ് വന്ന IASകാരൻ ഒരു ആക്സിഡൻ്റ് ആവുന്ന സീനൊക്കെ ഉണ്ട്. നമ്മൾ കാർ ഓടിച്ചുകൊണ്ടിരിക്കുക, അപ്പോൾ നമ്മുടെ മുന്നിലൊരു ഒരു മറ അല്ലെങ്കിൽ ഒരു സിമെൻറ്റ് കല്ല് കൊണ്ട് ഇങ്ങനെ റോട്ടിൽ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ സിമെൻറ്റ് കൊണ്ട് ഇങ്ങനെ ഒരു കൂമ്പാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മളെന്തോരം ഇപ്പുറത്തൊരു വണ്ടി പോകണ്ടാവും, പക്ഷെ ആ വണ്ടി നോക്കിയിട്ടാണ് പിള്ളേർ ഓടിക്കുന്നത്. എത്ര ഇതാക്കി നോക്കണമെങ്കിൽ പെട്ടെന്ന് ഇത് കാണുമ്പോൾ കാണില്ലേ, ലോങ്ങിന്നാണെങ്കിൽ കാണില്ലേ. നമ്മൾ ഫുൾ ടൈം ഇങ്ങനെ നോക്കി ഓടിക്കില്ലല്ലോ, ജസ്റ്റ് ഇങ്ങനെ നോക്കില്ല, അപ്പോൾ ആ സാധനം കാണില്ലേ. അതൊരു ലോജിക്കില്ലായ്മ ഇങ്ങനെ ഫീൽ ചെയ്തു. പിന്നെ പടത്തിൻ്റെ കഥ വരുന്നത് സെക്കൻഡ് ഹാഫിലാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, കഥ എന്നുള്ളത് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. ഒരു റിവെഞ്ച് പരിപാടിയാണ്. പക്ഷെ എന്നാലും ആ റിവെഞ്ചിനുള്ള കാരണം ഇത്തിരി ഒരു വലിയ ഇത് ആവാത്ത പോലെ തോന്നി. വേറെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിക്കാറുണ്ടെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. അതൊക്കെ ഒരു ഫോൾട്ടായിട്ട് പടത്തിൽ തോന്നി. അതൊക്കെ ഒന്നുകൂടി ഒന്ന് സെറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പടം ഒരു വേറെ ലെവലിൽ പരിപാടി ആയേനെ എന്ന് എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഓരോ പ്രശ്നമാണ് കാരണം ഒരു ഏവറേജ് പരിപാടിയായി പോയ ഒരു പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ പടത്തിലെടുത്ത് പറയുന്നത് പടത്തിൻ്റെ മ്യൂസിക്കാണ്. ഡി ഇമ്മാനാണ് പടത്തിൽ മ്യൂസിക് ചെയ്തിട്ടുള്ളത്. പുള്ളിക്കാരൻ നല്ല രീതിക്ക് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല BGMs ആയാലും പാട്ടുകളായാലും നല്ല രസമുണ്ട്. ഒരു ജാതി നമ്മുടെ ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലത്തെ ഇംഗ്ലീഷ് ഒരു റാപ്പ് സോങ് ഉണ്ട്. അതുപോലത്തെ ഒരു മൂഡ് സാധനങ്ങളൊക്കെ ഫസ്റ്റ് ഹാഫിലുണ്ട്. അതൊക്കെ രസമായിട്ടുണ്ട്. അപ്പം മ്യൂസിക് നല്ല രീതിക്ക് വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ വില്ലനായപ്പോൾ വില്ലൻ അതൊരു ട്വിസ്റ്റ് പരിപാടിയാണ്. അത് നമുക്ക് പടം കാണുന്ന മനസ്സിലാക്കിയാൽ മതി. അതിന് ഞാനത് സസ്പെൻസ് പൊളിക്കുന്നില്ല. അതായത് പടത്തിൻ്റെ അവസാനത്തെ ഒരു 10 മിനിറ്റ് നല്ല രസമുണ്ട്. ആ ഒരു മേക്കിങ് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അവർ. അതായത് എങ്ങനെ വന്നു എന്തായൊക്കെ ആ 10 മിനിറ്റിലാണ് അവർ കാണിക്കുക. അത് രസമായിട്ടുണ്ട്. ആ ഒരു 10 മിനിറ്റ് വെച്ച് പടത്തിൽ എനിക്ക് അങ്ങനെ കാര്യമായിട്ട് പറയാനൊന്നുമില്ല.
അപ്പം നിങ്ങൾക്ക് പടം കണ്ടിട്ട് എന്താണ് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ പറഞ്ഞതുകൂടെ എൻ്റെ ഒരു അഭിപ്രായമാണ്. അപ്പോൾ ഇനി ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഓക്കെ.